പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഈ പാമ്പും പുറ്റും തമ്മിലുള്ള ബന്ധം എന്താ. അപ്പൊ അതേക്കുറിച്ച് പറയണേ. ഈ പുറ്റിന്റെ അകത്തൊക്കെ പാമ്പുണ്ടോ? കുഞ്ഞുനാളിലൊക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ കാവിന്റെ ഒക്കെ അടുത്ത് ഇതുപോലെ പുറ്റൊക്കെ കാണുവാണെങ്കിൽ ഉടനെ നമ്മുടെ കൂട്ടിലുള്ള വല്യമ്മമാരൊക്കെ പറഞ്ഞു തരും, അയ്യോ അത് പാമ്പും പുറ്റാണ്, സർപ്പദോഷമൊക്കെ കിട്ടും, പീരിയഡ് സമയത്തൊക്കെ അതിൻ്റെ ഒക്കെ അടുത്തോട്ട് പോയാൽ നമുക്ക് സർപ്പദോഷം കിട്ടും, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. ചില ടി വിക്കകത്തൊക്കെ കണ്ടിട്ടുണ്ട്, ചില മൂവി സീരിയലിൻ്റെ അകത്തൊക്കെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ പുറ്റിൻ്റെ അകത്തോട്ട് പാലൊക്കെ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പൊ ഈ പാമ്പാണ് ഈ പുറ്റ് നിർമ്മിക്കുന്നത്, അങ്ങനെയൊക്കെ കുറെ സംശയങ്ങൾ ഇപ്പോഴും അറിയത്തില്ലാത്തതൊക്കെ കാണും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോഴത്തെ തലമുറയ്ക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാനും പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഇതിൻ്റെ അകത്തൊക്കെ പാമ്പ് കയറാൻ സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ കയറാൻ സാധ്യതയുണ്ട്. പക്ഷെ ഇത് നിർമ്മിക്കുന്നത് പാമ്പുകളല്ല, ചിതലുകളാണ് കേട്ടോ. അപ്പൊ അവരുടെ അധ്വാനത്തിന്റെ ഫലമാണ് ഈ പുറ്റുകൾ. അവരെങ്ങനെ നിർമ്മിക്കുന്നതെന്ന് ചോദിച്ചാൽ അവരുടെ ഉമ്മുനീരും നല്ല മൃദുവായിട്ടുള്ള ഈ കളിമണ്ണ് ഉപയോഗിച്ചാണ് ഇത്രയും വലിയൊരു ഒരാൾ പൊക്കത്തിലൊക്കെയാണ് ഇവരെ ഈ ഒരു പുറ്റുണ്ടാക്കുന്നത്. ചെറിയൊരു മഴ വന്നാലോ ഇല്ല ചെറിയൊരു പ്രകൃതിക്ഷോഭമൊക്കെ വന്നാൽ പോലും ഇതൊന്നും പോകുന്നതല്ല കേട്ടോ. അതുപോലത്തെ പണിയാണ് അവരെടുക്കുന്നത്. ഇപ്പൊ എന്തേരം കഷ്ടപ്പെട്ടൊക്കെ ആയിരിക്കും ഇങ്ങനെ ഒരു പുറ്റ് നിർമ്മിച്ചെടുക്കുന്നത് അല്ലേ. അപ്പൊ ഈ പാമ്പും പുറ്റും തമ്മിൽ ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ ചിതലുകളൊക്കെ കുറെ നാൾ കഴിയുമ്പോൾ തന്നെ അടുത്ത ഒരു പുതിയ ഒരു കൂടൊക്കെ വെച്ച് മാറും. അന്നേരം തന്നെ ഈ ചിതൽപുറ്റ് അവിടെ ഉപേക്ഷിച്ച നിലയിൽ കിടക്കും. അന്നേരപ്പാണ് നമ്മുടെ പാമ്പുകൾ അവരുടെ ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാനായിട്ടും പിന്നെ കൂടുതൽ ഇരകളെ കിട്ടാനും ഒക്കെയാണ് ഈ പാമ്പുകൾ പിന്നെ ഈ ഒരു പുറ്റിൻ്റെ അകത്ത് കയറി കൂടുന്നത്. പിന്നീട് ഒരു ഒളിത്താവളം കിട്ടിയ ഒരു സന്തോഷത്തിൽ അവരതിൻ്റെ അകത്ത് അങ്ങ് കഴിഞ്ഞു പോവാണ് കേട്ടോ. പിന്നെ പുതിയതായിട്ട് ചിതലുകൾ നിർമ്മിക്കുന്ന കൂടിൻ്റെ അകത്തൊക്കെ പുറ്റിൻ്റെ അകത്തൊക്കെ ഈ പാമ്പ് കയറാൻ സാധ്യത വളരെ കുറവാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ കഥകളൊക്കെ കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഈ പുറ്റ് എങ്ങനെ ഉണ്ടായെന്നും അങ്ങനെയൊക്കെ നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കുക കേട്ടോ, അവർക്ക് മനസ്സിലാകുന്ന പോലെ. പിന്നെ നമ്മൾ കണ്ടിട്ടില്ലേ ഈയാമ്പാറ്റകൾ, അതായത് ഈ ഈയൽ എന്ന് പറയുന്നത് മണ്ണിനടിയിൽ നിന്ന് മഴക്കാലമൊക്കെ ആകുമ്പോഴത്തേന് ഇങ്ങനെ പൊങ്ങി വരും. ഇത് മണ്ണെണ്ണ വിളക്കിന്റെ പണ്ടൊക്കെ മണ്ണെണ്ണ വിളക്കിന്റെ ഒക്കെ ആ വെട്ടത്ത് വട്ടം ഇട്ട് പറക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പൊ ചിലതൊക്കെ ഇങ്ങനെ ചത്തുപോകും, ചിലത് നമ്മൾ രാവിലെ എണീറ്റ് കഴിയുമ്പോൾ തൂവൽ മാത്രമേ കാണത്തുള്ളൂ, ഇത് നിങ്ങളെ കാണത്തില്ല. അപ്പൊ അന്ന് വിചാരിക്കാൻ ചത്തുപോയെന്നായിരിക്കും. അപ്പൊ അത് തൂവൽ പൊഴിച്ചിട്ട് മണ്ണിനടിയിൽ തന്നെ പോകും. പിന്നെ ഈ സർപ്പദോഷം, പിന്നെ പുറ്റിൻ്റെ അകത്തോട്ട് പാലൊക്കെ ഒഴിച്ചു കൊടുക്കുക, അതൊക്കെ വെറും അന്ധവിശ്വാസമാണ് കേട്ടോ. അതിൻ്റെ അകത്തൊക്കെ ചെന്ന് വീഴാതിരിക്കുക. പാമ്പുകളും മറ്റുള്ള ജീവികളെ പോലല്ലേ. അപ്പം ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കൊക്കെ ചെയ്യണം കേട്ടോ, സപ്പോർട്ട് ചെയ്യണേ.